الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്താൽ അവൻ്റെ റഹ്മത്തിനാൽ നമുക്ക് നല്ല രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട വിശ്വാസപരമായ ചില കാര്യങ്ങളുണ്ട്, പ്രവർത്തിക്കേണ്ട ചില അമലുകളുണ്ട്, സ്വഭാവ രൂപീകരണത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മെ ഉണർത്തുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നത് കാണാം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അവകളെ താഴേക്കിറക്കുന്നത്, അതല്ല നാമാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ കഠിനമായ കയ്പുള്ള ഉപ്പുജലമാക്കി മാറ്റുമായിരുന്നു. എന്തിയെ നിങ്ങൾ നന്ദിയുള്ളവരാകാത്തത്, നന്ദി രേഖപ്പെടുത്താത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മഴ ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. വെള്ളം അള്ളാഹു നൽകുന്ന മഹത്തായ ഔദാര്യമാണ്. അത് ലഭിക്കുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ടാകും മനുഷ്യർക്ക്. കേവലം ആ സന്തോഷത്തിൽ ഒതുങ്ങാതെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തൽ അനിവാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഈ ചോദ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് നിഅമത്തുണ്ടോ അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ നിഅമത്തിന് നാം നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഖുർആനിൽ പറയുന്നത് കാണാം, വഅല്ലവിസ്തഖാമു അലത്വരീഖ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, പട്ടിണി ബാധിച്ച് വരൾച്ച ബാധിച്ച് ചില ഗ്രാമങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അല്ലാഹ് പറയാണ്, അവർ സത്യത്തിൻ്റെ മേൽ നിലനിന്നിരുന്നുവെങ്കിൽ, ഹക്കായ വഴിയുടെ മേൽ നിലനിന്നിരുന്നുവെങ്കിൽ, യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിക്കുകയും സത്യത്തിൻ്റെ മേൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, നാം അവർക്ക് സമൃദ്ധമായി ജലം നൽകുമായിരുന്നു. അപ്പോൾ അള്ളാഹു മഴ വർഷിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യരുടെ ഹിദായത്താണ്. അവർ ശരിയായ വഴിയിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. മഴ വർഷിക്കുന്നതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും സുന്നത്തുമെല്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വാലിഹീങ്ങളായ
ആളുകളുടെ ദുആ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം, പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം, ചൂട് കൊണ്ട് അത്യുഷ്ണം കൊണ്ട് പ്രയാസപ്പെടുന്ന ചെറിയ മക്കളുടെ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം, മൃഗങ്ങളെ കൊണ്ടായിരിക്കാം. ഹദീസുകളിൽ കാണാം, സക്കാത്ത് നൽകപ്പെടാത്ത സന്ദർഭമെത്തിയാൽ മഴ തടയപ്പെടുന്നതാണ്. മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ മഴ വർഷിക്കപ്പെടുമായിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാലാകാം മഴ വർഷിക്കുന്നത്. മഴ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട വ്യത്യസ്തങ്ങളായ ചിന്തകൾ എന്തെല്ലാമാണ്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളാഹികൻ ഹത്താ അറാ മിൻഹു ലഹവാതി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്രകാരം? അണ്ണാക്ക് വെളിപ്പെടുന്ന നിലയിൽ. വായയുടെ അറ്റത്തുള്ള മാംസകഷ്ണമാണ്, അത് വെളിപ്പെടുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇന്നമാ കാന യതബസ്സം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമായിരുന്നു. ചിലപ്പോൾ ഈ പല്ലുകൾ വെളിപ്പെടുന്ന രീതിയിൽ നന്നായി ചിരിക്കുമായിരുന്നു. എന്നാൽ വാ വല്ലാതെ തുറന്നുകൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുക എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. വകാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് മേഘം വരുന്നത് കണ്ടാൽ, ആകാശം മേഘാവൃതമാകുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ശക്തിയായി മഴ കാറ്റടിക്കുന്നത് കണ്ടാൽ, ഉരിഫ ഫീ വജ്ഹി, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പരിഭ്രമം കാണാൻ സാധിക്കും. ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, വീണ്ടും അകത്തേക്ക് കയറും, വീണ്ടും പുറത്തേക്ക് ഇറങ്ങും, ഇങ്ങനെ അസ്വസ്ഥപ്പെടും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നന്നാസ ഇദാ റഅൗ അൽ ഗൈമ ഫരിഹു, സാധാരണ ജനങ്ങൾ മേഘം കണ്ടാൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. റജാഅ അൻ യകൂന ഫീഹിൽ മതർ, അതിൽ മഴയുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. നല്ല ശക്തമായ ചൂടിൽ ജലക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് ഓരോ മനസ്സും കൊതിച്ചു പോകും വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട്, മഴയൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഇങ്ങനെ മേഘം വരുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും മനുഷ്യർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വഅറാക ഇദാ റഅയ്തഹു ഉരിഫ ഫീ വജ്ഹികൽ കറാഹിയ, എന്നാൽ ആകാശ മേഘാവൃതമാകുമ്പോൾ താങ്കളുടെ മുഖത്ത് ഒരു അസ്വസ്ഥതയാണല്ലോ കാണാൻ സാധിക്കുന്നത്, എന്താണ് അതിന് കാരണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി പറഞ്ഞു, യാ ആയിഷ, മാ യുഅ്മിന്നി അൻ യകൂന ഫീഹി അദാബുൻ, ഈ വരുന്ന മേഘങ്ങൾ അത് ഒരു അദാബ് കൊണ്ടുവരുന്നതാണ് ആയേക്കാം, അതിൽ നിന്ന് എനിക്ക് നിർഭയമേകാൻ എന്താണുള്ളത്? ഒരു പക്ഷേ അത് റഹ്മത്താകണമെന്നില്ല, അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്തിനപ്പുറം ഒരു നിഖ്മത്തായി അത് മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ശിക്ഷ അതിൽ വന്ന് ഭവിച്ചേക്കാം, അതിനെ തൊട്ട് എനിക്ക് നിർഭയമേകാൻ എന്തുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉദ്ദിബ ഖൗമുൻ ബിർരീഹ്, ഒരു സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടത് തന്നെ, ഒന്നടങ്കം ഒരു സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടത് തന്നെ കാറ്റടിച്ചിട്ടാണ്. വഖദ് റഅ ഖൗമുൽ അദാബ് ഫഖാലു, വേറൊരു സമൂഹം അവരിലേക്ക് മേഘം ഇങ്ങനെ ഉരുണ്ടുകൂടി വന്ന സമയത്ത് അവർ പറഞ്ഞു, ഹാദാ ആരിദുൻ മുംതിറുന, ഇതാ ഞങ്ങൾക്ക് മഴ വർഷിക്കാൻ പോവുകയാണ്, ഞങ്ങൾക്കിതാ മഴ ലഭിക്കാൻ പോവുകയാണ് എന്നാണ് വലിയ ശിക്ഷ കണക്കെ, ശിക്ഷ എന്നോണം മേഘം വരുന്നത് കണ്ടപ്പോൾ ഒരു സമൂഹം പറഞ്ഞത്. പക്ഷെ അത് വലിയ നാശമായിരുന്നു അവരുടേത്. ആ മേഘങ്ങൾ അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസിയുടെ മനസ്സിൽ ഇത് ഉണ്ടാകേണ്ടതുണ്ട്, പേടിയുണ്ടാകേണ്ടതുണ്ട്, ഭയമുണ്ടാകേണ്ടതുണ്ട്. നാം ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളുടെ നിമിത്തമായി, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചതിന്റെ നിമിത്തമായി, ഫർളുകൾ ധാരാളം ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, ഹറാമുകൾ ധാരാളം ചെയ്തിട്ടുണ്ടാകാം, അതിന്റെ ശിക്ഷയാണോ ഈ വരാൻ പോകുന്നത് എന്നുള്ള പേടി ഓരോ ആളുകളുടെ ഹൃദയത്തിലുണ്ടാകണം. അങ്ങനെ നമ്മുടെ സ്വഭാവം സംസ്കരിച്ചെടുക്കാൻ അത് മുഖേന സാധിക്കണം. അത് വിശ്വാസി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, വിശ്വാസപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സെയ്ദ് ബിനു ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത സുബ്ഹ് ബിൽ ഹുദൈബിയ. ഒരിക്കൽ ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൂട്ടി സുബ്ഹ് നമസ്കാരം നിർവഹിച്ചു.
അലാ ഇഥിരി സമാഇൻ കാനത് മിനൽ ലൈല, ആ രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. മഴയെല്ലാം പെയ്തു കഴിഞ്ഞപ്പോൾ സുബ്ഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൂട്ടി നമസ്കരിച്ചു. അങ്ങനെ ഫലമ്മൻ സ്വറഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല അലന്നാസ്, നബി നമസ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നേരെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും ജനങ്ങൾക്ക് ഉദ്ബോധനങ്ങൾ കൊടുക്കും. മഴ വർഷിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു അഖീദയുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞു ജനങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് നല്ല രീതിയിൽ അറിയുന്നവർ. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വ കാഫിർ, എൻ്റെ അടിമകളിൽ നിന്ന് ചില ആളുകൾ ഈ പ്രഭാതത്തിൽ മുഅ്മിനീങ്ങളായിരിക്കുന്നു, വേറെ ചില ആളുകൾ കാഫിറുകളായിരിക്കുന്നു. ഫഅമ്മാ മൻ ഖാൽ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, ചില ആളുകൾ മഴ വർഷിച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്കിതാ മഴ ലഭിച്ചിരിക്കുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവർ ഫദാലിക മുഅ്മിനുൻ ബി വ കാഫിറുൻ ബിൽ കൗകബ്, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്, കൗകബുകളെ കൊണ്ട്, നക്ഷത്രങ്ങളാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടായി. അവർ എന്ത് ചെയ്തിരിക്കുന്നു? വകാഫിറും, അങ്ങനെ നക്ഷത്രങ്ങൾ നിഷേധിച്ചവനുമാണ് അവൻ, എന്നിൽ വിശ്വസിച്ചവനും നക്ഷത്രങ്ങൾ നിഷേധിച്ചവനുമാണ്. വഅമ്മാമൻ ഖാൽ, വേറെ ചില ആളുകൾ പറഞ്ഞത്, ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന നക്ഷത്രങ്ങളുടെ കാരണമായിട്ടാണ് എന്ത് ചെയ്തത്? മഴ ലഭിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനുൻ ബിൽ കൗകബ്, അവർ എന്നെ നിഷേധിച്ചിരിക്കുകയാണ്, കൗകബിനെ നക്ഷത്രങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴ വർഷിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മഴ ലഭിക്കുന്നത്. ഓരോ തുള്ളി ജലവും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല മഴ. എത്ര തുള്ളി ജലകണങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നുവോ ഓരോ തുള്ളികളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെ നടക്കുന്നതാണ് എന്നുള്ള ബോധം വിശ്വാസികൾക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല വൃക്ഷത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. എത്രയോ കോടിക്കണക്കിന് വൃക്ഷങ്ങൾ, എത്രയോ ഇലകളാണ് പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൃക്ഷവും അതിന്റെ ഒരു ഇല പോലും പൊഴിക്കുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ എന്നാണ് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ എത്ര തുള്ളി ജലങ്ങൾ വീഴുന്നുവോ ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെ നടക്കുന്നതാണ്, യാദൃശ്ചികമായി മഴ പെയ്യുന്നതല്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ ഒരു പക്ഷേ അദാബായി മാറിയേക്കാം, ശിക്ഷയായി മാറിയേക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് നല്ല രീതിയിൽ ദുആ ചെയ്യേണ്ടതുണ്ട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ റആ നാഷിഅൻ ഫി ഉഫുഖിസ് സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചക്രവാളങ്ങളിൽ മേഘം ഉരുണ്ടുകൂടുന്നത് കണ്ടാൽ തറക്കൽ അമൽ, മറ്റുള്ള ജോലികളെല്ലാം മാറ്റിവെക്കും. വ ഇൻ കാന ഫീ സ്വലാത്തിൻ, നമസ്കാരത്തിലാണെങ്കിൽ അത് പൂർത്തീകരിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുവേ ഇതിന്റെ നാശത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, കാവൽ ചോദിക്കുകയാണ്. ഇത് മുഖേന പലപ്പോൾ നാശങ്ങൾ ഉണ്ടായേക്കാം, പല അപകടങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇതിന്റെ നാശത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. അതിന്റെ നന്മ ചോദിക്കുന്നതായ ഹദീസുകളും കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട്. അപ്പോ അതിന്റെ നന്മയെ നാം ചോദിക്കുക, അതേപോലെ തന്നെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഇൻ മുതിറ ഖാൽ, അങ്ങനെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനീഅ, ചില റിപ്പോർട്ടുകളിൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയാക്കി തരണമേ, ഉപകാരമുള്ള മഴ നീ ഞങ്ങൾക്ക് ലഭിക്കണമേ. മഴ
സമയം മാറി പെയ്യുമ്പോഴും അല്ലെങ്കിൽ സന്തുലിതമല്ലാത്ത രീതിയിൽ പെയ്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാം, കൃഷിനാശങ്ങൾ ഉണ്ടാകാം, ജീവൻ നഷ്ടപ്പെട്ടേക്കാം, മനുഷ്യരുടെ വിഭവങ്ങൾ ഇല്ലാതെയായേക്കാം, വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടതാണ്. പലപ്പോഴും മഴ സന്തോഷം നൽകുന്നതാണെങ്കിലും വലിയ ആശങ്കകൾ പല ആളുകൾക്കുമുണ്ട്. മഴ പെയ്താൽ അടുക്കളകളിലും ബെഡ്റൂമുകളിലും വെള്ളമൊലിക്കുന്ന ധാരാളം ആളുകളുണ്ട്, കിടന്നുറങ്ങാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് മുഖേന വലിയ നാശങ്ങളും പ്രതിസന്ധികളും മനുഷ്യൻ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ നാശത്തെ തൊട്ട് അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ രക്ഷ ചോദിക്കുകയാണ്, ഇത് മുഖേനയുള്ള നന്മകൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് ദുആ ചെയ്യും. മഴ ശക്തമാവുകയും അത് മുഖേന നാശങ്ങൾ വരികയും ചെയ്താൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അള്ളാഹുവെ നീ ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് മഴ ലഭിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് മഴ വർഷിക്ക്, ഞങ്ങളുടെ മേൽ ഇനിയും മഴ വർഷിക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വേറെയും പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. അപ്പോൾ മഴ വർഷിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, പക്ഷേ ആ സമയത്ത് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശ്വാസപരമായും കർമ്മപരമായും സ്വഭാവപരമായുമായി നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. വേനലവധി അവസാനിക്കുകയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തിരക്കുകളിലായിരിക്കും പലരും. നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാനും നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും മക്കളെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് പല രക്ഷിതാക്കളും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മക്കളെ വളർത്തിയെടുക്കുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് വലിയ രീതിയിലുണ്ട്. ഖുർആനിലും സുന്നത്തിലും ഈ വിഷയത്തിൽ അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, മുൻഗാമികളുടെ ധാരാളം ദുആകളും ഉപദേശങ്ങളുമെല്ലാം കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാം, ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാമാണ്. നൂഹ് അലൈഹിസ്സലാം മരണം മുന്നിൽ കാണുന്ന സമയത്ത്, മകൻ മരണം മുന്നിൽ കാണുന്ന സമയത്ത് വരെയും എങ്ങനെയെങ്കിലും അവനെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഉപദേശം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വനാദാ നൂഹ് ഇബ്നഹ്, നൂഹ് അലൈഹിസ്സലാം തൻ്റെ മകനെ ഉറക്കെ വിളിച്ചു. വകാന ഫീ മഅസിലിൻ, മകൻ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ കുറച്ച് അകലെയാണ്. നൂഹ് അലൈഹിസ്സലാമും വിശ്വാസികളും ഒരു കപ്പലിലാണ്. യാ ബുനയ്യർകബ് മഅനാ, അല്ലയോ പൊന്നുമകനെ ഞങ്ങളോടൊപ്പം വാഹനത്തിൽ കയറുക. വലാ തകും മഅൽ കാഫിരീൻ, കുഫാറുകളുടെ ഒപ്പം താങ്കൾ പെട്ടുപോകരുത്. മുഅ്മിനീങ്ങളുടെ കൂടെ ചേരുക എന്നുള്ളതാണ്. രക്ഷ നേടണമെങ്കിൽ മുഅ്മിനീങ്ങളുടെ കൂടെ ചേരുക, കുഫാറുകളുടെ ഒപ്പം താങ്കൾ പെട്ടുപോകരുത്. ഹിദായത്തോടെ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണം എന്ന് മരിക്കാൻ പോകുന്ന മകനെ വിളിച്ചുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം മുതൽ ഉപദേശം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വസിയ്യത്ത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബു, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് വസിയ്യത്ത് നൽകി. അതേപോലെ യാക്കൂബ് അലൈഹിസ്സലാം യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലയോ മക്കളെ അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈ ദീൻ തെരഞ്ഞെടുത്തു നൽകിയിരിക്കുന്നത്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. മരിക്കുന്ന സമയത്ത് മുഅ്മിനായിക്കൊണ്ട് ഈമാനോടുകൂടി മരിക്കേണ്ടതുണ്ട്, അതല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ. ഇത് തൗഹീദിന് വേണ്ടി അതികഠിനമായി പരിശ്രമിച്ച അമ്പിയാക്കളുടെ അവസ്ഥയാണ്. അവർ മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്,
അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. മുഅ്മിനായിട്ടായിരിക്കണം മരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്ത് എത്രയധികം ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നാം എത്രയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ആളുകൾ കുഫറിലേക്ക്, പല രീതികളിലുള്ള ഭൗതിക പ്രസ്ഥാനങ്ങളിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ദീൻ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ വരെയും അതിനുവേണ്ടി വളരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകാൻ ഭൗതിക പ്രസ്ഥാനങ്ങൾ ഓരോ നാടുകളിലും ഓഫീസുകളിട്ട് കൊടി നാട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ മുഅ്മിനും ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് കാണാം, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ, തന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. സകാത്ത് കൊടുക്കണമെന്ന് കൽപ്പന കൊടുക്കുമായിരുന്നു. അപ്പോൾ മക്കളെ ഈ രീതിയിൽ ഉപദേശിക്കുക എന്നുള്ളത്, അവർക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് മാതാപിതാക്കളുടെ ചുമതലയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അതേപോലെ നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിലകപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന പ്രസിദ്ധമായ അള്ളാഹുവിന്റെ കൽപ്പന നമുക്കറിയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുമായിരുന്നു, അദ്ദിബ് ഇബ്നക്, നിന്റെ മകനക്ക് നീ അദബ് പഠിപ്പിക്കുക, മര്യാദ പഠിപ്പിക്കുക. ഫഇന്നക മസ്ഊലുൻ അൻ, അവനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം നിന്നോടുണ്ടാകും. മാദാ അദ്ദബ്തഹു, എന്താണ് നീ അവന് അദബായിട്ട് കൊടുത്തത്, എന്ത് മര്യാദയാണ് നീ അവനെ പഠിപ്പിച്ചത് എന്ന് നിന്നോടാണ് ചോദിക്കുക. മാദാ അല്ലംതഹു, എന്താണ് നീ അവനെ പഠിപ്പിച്ചത് എന്ന് നിന്നോട് ചോദിക്കും. വഹുവ മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക, അതേപോലെ തന്നെ നിന്റെ മകനോടും ഉണ്ടാകും ചോദ്യം. നിന്റെ മകൻ ഉപ്പയെ ഏത് രീതിയിലാണ് ബിർറ് ചെയ്തത്, അവന് നന്മ ചെയ്തത് എങ്ങനെയാണ്, അനുസരിച്ചിരുന്നുവോ എന്നുള്ള ചോദ്യം മകനോടും ഉണ്ടാകും. പക്ഷേ പ്രഥമമായിട്ടുള്ള ചോദ്യം മാതാപിതാക്കളോട് തന്നെയാണ്. എന്താണ് നീ അവരെ പഠിപ്പിച്ചത്, എന്ത് അദബുകളാണ് അവർക്ക് കൊടുത്തത് എന്ന് ചോദിക്കുക തന്നെ ചെയ്യും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് കാണാം, വഅക്സറുൽ ഔലാദി ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ അബാ, ധാരാളം മക്കൾ അവരിൽ ഫസാദ് ഉണ്ടാകുന്നത്, അവർ നശിച്ചു പോകാനുള്ള കാരണം മാതാപിതാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതാണ്, ഓരോ മനുഷ്യരും ശുദ്ധ പ്രകൃതിയിലാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അവരുടെ മാതാപിതാക്കൾ അബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനി, അവരുടെ മാതാപിതാക്കളാണ് അവരെ ജൂതനും നസ്രാനിയും മജൂസിയുമാക്കി തീർക്കുന്നത്. മക്കളെ ശരിയായ നിലയിൽ തർബിയത്ത് നടത്താൻ എളുപ്പമുള്ള കാര്യമാണെന്നാണ് ഉലമാക്കൾ പറയുന്നത്. കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ശുദ്ധപ്രകൃതത്തിലാണ്. ആ ശുദ്ധപ്രകൃതത്തിൽ വളർന്നു വരാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാനും അറിയാനും അവന് മാത്രം ഇബാദത്ത് ചെയ്യാനും പറ്റുന്ന ശുദ്ധമായ പ്രകൃതിയിലാണ് അവർ ജനിക്കപ്പെട്ടത്, ജനിച്ചു വീണത്. ആ അവസ്ഥ തുടർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മതി. അതിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കണം. അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, അധിക മക്കളും നശിച്ചു പോകാനുള്ള കാരണം അത് അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള കുഴപ്പമാണ്. വഇഹ്മാലിഹിം ലഹും വതർക്കിഹിം, അവർ മക്കളെ എന്ത് ചെയ്യുന്നു, പരിഗണിക്കാതിരിക്കുന്നു. ശരിയായ രീതിയിൽ അവർ മക്കളെ പരിഗണിക്കുന്നില്ല. വതർക്കിഹിം തഅലീമഹും ഫറാഇദുദ്ദീനി വസുനന, അതേപോലെ ദീനിന്റെ ഫർളായ കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്നതിനെ തൊട്ട് അവർ ഉപേക്ഷിക്കുന്നു, അത് ഉപേക്ഷ വരുത്തുന്നു, അത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്, ഇന്ന കാര്യങ്ങൾ മുസ്തഹബാത്തുകളാണ്, സുന്നത്തുകളാണ്. ഇത് പഠിപ്പിക്കുന്നതിൽ മാതാപിതാക്കൾ വീഴ്ച വരുത്തുന്നതാണ് പലപ്പോഴും വലിയ അപകടമുണ്ടാക്കുന്നത്. ഫഅദാഊഹും സിഗാറ, അങ്ങനെ ചെറുപ്രായത്തിൽ അവരെ പരിഗണിക്കാതെ, അവർക്ക് ദീൻ പഠിപ്പിക്കാതെ അവരെ ഉപേക്ഷിച്ചു വിടുകയും ഫലം യന്തഫിഉ ബിഅൻഫുസിഹിം, അങ്ങനെ ഈ മക്കൾ ഒന്നിനും കൊള്ളാത്തവരായി തീരുന്നു. സ്വന്തം നഫ്സിന് പോലും ഒരു ഉപകാരമില്ലാത്ത മക്കളായിട്ട് എന്ത് ചെയ്യുന്നു, അവർ വളരുന്നു. വലം യൻഫഉ ആബാഅഹും കിബാറ, അങ്ങനെ വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കും ഇവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മക്കളുടെ കാര്യത്തിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഈ വിഷയത്തിൽ ഉലമാക്കൾ വളരെ പ്രധാനപ്പെട്ട 4 ഖായിദകൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും, കുട്ടികളെ തർബിയത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ ഒന്നാമത്തേത്, വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യം, തൻ്റെ മക്കളെ ശരിയായി തർബിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എടുക്കുന്ന പരിശ്രമങ്ങൾ, ചിലവഴിക്കുന്ന സമ്പത്ത്, അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയങ്ങൾ, അതിനുവേണ്ടി ചിലവഴിക്കുന്ന ആരോഗ്യം, ഇതെല്ലാം വലിയൊരു ഇബാദത്താണ് എന്നാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്.
തങ്ങളുടെ മക്കളെ ശരിയായ നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇത് ഇബാദത്തായിട്ട് തന്നെ മനസ്സിലാക്കണം. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം മുതൽ അവർക്ക് ചെലവഴിക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും ഇത് ശരിയായ രീതിയിലുള്ള ചെലവഴിക്കലാണ് എങ്കിൽ അത് ഇബാദത്താണ്, അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ചില ഹദീസുകളിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി നാം പരിശ്രമിക്കുന്നത്, അവരെ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ അത് കൂലി കിട്ടുന്ന ഇബാദത്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ധാരാളം സമ്പത്ത് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാകാം, സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ഒരു നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എന്തും ശരിയായ രീതിയിലാണോ, അത് ഇബാദത്താണ്. ഇതാണ് ഒന്നാമത്തെ ഖായിദ. രണ്ടാമത്തെ ഖായിദ മനസ്സിലാക്കേണ്ടത്, മക്കൾക്ക് വേണ്ടി നാം എന്ത് പരിശ്രമങ്ങൾ ചെയ്താലും, ചിലപ്പോൾ മാതാപിതാക്കൾ വലിയ മിടുക്കന്മാരായിരിക്കും, സാമ്പത്തിക ശേഷി ധാരാളം ഉണ്ടാകാം, ചിലപ്പോൾ നല്ല അറിവുള്ളവരായിരിക്കാം, നല്ല കഴിവുള്ളവരായിരിക്കാം, ഇൽമുള്ളവരായിരിക്കാം, ഖുർആൻ പഠിച്ചവരായിരിക്കാം, അവർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായേക്കാം. ഇതൊന്നും മക്കൾ ശരിയാകാനുള്ള മാനദണ്ഡമല്ല, മക്കൾ ശരിയായ നിലയിൽ ഹിദായത്തിലെത്താനുള്ള മാനദണ്ഡമല്ല ഇതൊന്നും. മാതാപിതാക്കൾക്ക് വലിയ വലിയ സ്ഥാനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, അധികാരങ്ങളുണ്ട്, ഇൽമുണ്ട്, ഇതല്ല. അവർക്ക് ഹിദായത്ത് കൊടുക്കേണ്ടത് അള്ളാഹുവാണ്. ഹിദായത്തു തൗഫീഖ് അള്ളാഹുവിന്റെ കയ്യിലാണ്. മാതാപിതാക്കൾക്ക് ചെയ്യാവുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ഹിദായത്തുൽ ഇർഷാദ് മാത്രമാണ്. ഇതാ ഇന്ന വഴിയാണ് ശരിയായ വഴി, ഇന്ന വഴിയിലൂടെ പോയാൽ നിനക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. ഇങ്ങനെ അവർക്ക് ശരിയായി വഴി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യന്മാരുടെ, മാതാപിതാക്കളുടെ ദൗത്യം. എന്നാൽ ഒരു മകനെയും ഹിദായത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മനുഷ്യന്മാർക്ക് സാധിക്കുന്ന കാര്യമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയും ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു തന്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. അതിനുവേണ്ടി വല്ലാതെ മോഹിച്ചയാളാണ്. പക്ഷേ അബൂ ത്വാലിബ് കാഫിറായിട്ട് തന്നെ എന്ത് ചെയ്തു, ചത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച ചില ആളുകളുണ്ട്, അബൂ സുഫിയാനെ പോലെ. അവർ ഇസ്ലാം പുൽകുകയും ചെയ്തു, ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു പിൽക്കാലത്ത്. അപ്പോ ഹിദായത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യവും ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ്. നാം എന്ത് ചെയ്യണം, പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, മക്കൾ നന്നായി തീരുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം അവർക്ക് ഹലാലായ സമ്പത്ത് ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. ഹറാമുകൾ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ജാഗ്രതയോടെ കാണണം. ഹറാമുകളാണോ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്, അത് പലപ്പോഴും അപകടം വിളിച്ചു വരുത്തിയേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യാ കഅബ് ബിൻ ഉജ്റ ഇന്നഹു ലാ യർബു ലഹ്മുൻ നബത മിൻ സുഹത്തിൻ ഇല്ലാ കാനത്തിൻ നാറു ഔലാ ബി. ഏതൊരു മാംസമാണോ, ഏതൊരു മനുഷ്യനാണോ ഹറാമിലൂടെ വളർന്നു വരുന്നത്, നരകമാണ് അവനക്ക് ഏറ്റവും ഔലയായത്, ഏറ്റവും അർഹതപ്പെട്ടത് നരകം തന്നെയാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്, നന്നായി തീരുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കുന്ന സമ്പാദ്യം, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അത് ഏറ്റവും ഹലാലായി ശുദ്ധമായതായി തീരാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഘടകം നിരന്തരമായ പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നാം എത്ര പരിശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീക്ക് ലഭിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ പ്രധാനമായി ഒന്ന് എണ്ണിയത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഉത്തരം കിട്ടുന്നതായ സമയങ്ങളിൽ, ഓരോ ദിവസങ്ങളും ഉണ്ട് അങ്ങനെയുള്ള സമയം. ചില പ്രത്യേക ദിവസങ്ങളുണ്ട്, വെള്ളിയാഴ്ചകൾ പോലെ. മാത്രമല്ല ഓരോ നമസ്കാരത്തിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് തൊട്ടുടനെയുള്ള പ്രാർത്ഥന, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന, രാത്രിയുടെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥന, ഇങ്ങനെ പ്രത്യേകമായ സമയങ്ങളുണ്ട്. ഈ സമയങ്ങളിൽ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്പിയാക്കൾ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. മക്കൾക്ക് വേണ്ടിയും അമ്പിയാക്കൾ നടത്തിയ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിലും ഹദീസിലും എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നാലാമതായി മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ തന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. മുസല്ലാസം പറഞ്ഞത് കാണാം, ഒരു കുട്ടി അവന്റെ ചെറുപ്രായത്തിൽ ഖുർആൻ പഠിച്ചാൽ ഖുർആൻ അവന്റെ ലഹമുമായി, മാംസവുമായി, രക്തവുമായി ഇഴുകിച്ചേരുന്നതാണ്. വലിയ പ്രായത്തിലാണ് പഠിക്കുന്നതെങ്കിൽ പലപ്പോഴും അത് അവനിൽ നഷ്ടപ്പെടാനിടയാക്കിയേക്കാം. അപ്പൊ ചെറുപ്രായത്തിൽ എന്ത് ചെയ്യണം, ഖുർആൻ പഠിക്കണം. നാം മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അവർക്ക് ചെറുപ്രായത്തിലെ ദീനിൽ യഥാവിധം
നിലനിൽക്കാൻ പര്യാപ്തമാകുന്ന, അതിലേക്ക് പ്രേരണ കൊടുക്കുന്ന, അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കണം നാം മുൻഗണന കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട കടമയാണ്. പ്രധാനമായും ഹറാമുകൾ നടക്കുന്ന, കുഫറുകൾ പഠിപ്പിക്കുന്ന, ശിർക്ക് പഠിപ്പിക്കുന്ന, അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ട് വിദ്യാഭ്യാസം നൽകുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കാതെ ഭൗതികമായ വിഷയങ്ങളും ദീനുമെല്ലാം പഠിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഓരോ നാടുകളിലും ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മനസ്സിലാക്കുകയും അത് തിരഞ്ഞെടുക്കുകയും അങ്ങനെ കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽബാധ്യതയാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.